ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് മാനേജ്മെൻറ്റ് സയൻസിൽ 8ാമത്തെ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ചാപ്റ്റർ 8 പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്ന ചാപ്റ്ററെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പ്രൊജക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് പ്രൊജക്റ്റ് എന്ന് നോക്കാം. ചാപ്റ്റർ 8 പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ്. അപ്പോൾ എന്താണ് പ്രൊജക്റ്റ് എന്ന് നോക്കാം. എ പ്രൊജക്റ്റ് ഈസ് ദ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഏതൊരു ഓർഗനൈസേഷൻ്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊജക്റ്റാണ്. എങ്ങനെയാണ് ആ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള പ്രൊജക്റ്റാണ് അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് എന്ന് നമ്മൾ ഇഷ്ടംപോലെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. പ്രൊജക്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ ഡെയിലി ലൈഫിൽ ധാരാളമായിട്ട് കേട്ടൊരു വാക്കാണ്. അപ്പോൾ എന്താണ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊജക്റ്റ് ഈസ് എ സ്കീം, ഡിസൈൻ, എ പ്രൊപ്പോസൽ ഓഫ് സംതിങ് ഇൻറ്റൻറ്റഡ് ഓർ ഡിവൈസ്ഡ്. ഇൻറ്റൻറ്റ് ചെയ്തതോ ഡിവൈസ് ചെയ്യപ്പെട്ടതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കീമിനെയോ ഡിസൈനിനെയോ പ്രൊപ്പോസലിനെയാണോ നമ്മൾ പ്രൊജക്റ്റ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇൻറ്റൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിർമ്മിക്കപ്പെട്ടതോ അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഡിവൈസ് ചെയ്യപ്പെട്ടതോ ആയിട്ടുള്ള ഒരു പ്രൊപ്പോസലാകാം, ഒരു സ്കീമാകാം, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ആകാം. അതിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് എന്ന വാക്കുകൊണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞതാണ്. പ്രൊജക്റ്റ് ഈസ് എ സ്കീം, ഡിസൈൻ ഓർ പ്രൊപ്പോസൽ ഓഫ് സംതിങ് ഇൻറ്റൻറ്റഡ് ഓർ ഡിവൈസ്ഡ്. രൂപീകരിക്കപ്പെട്ടതോ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടതോ ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള സ്കീമിനെയോ ഡിസൈനിനെയോ പ്രൊപ്പോസലിനെയോ പ്രൊജക്റ്റ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ബേസിക് ഫൗണ്ടേഷനാണ്. ഒരു ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. വേൾഡ് ബാങ്ക് എങ്ങനെയാണ് പ്രൊജക്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. വേൾഡ് ബാങ്ക് ഡിഫൈൻസ് എ പ്രൊജക്റ്റ് ആസ് ആൻ അപ്രൂവൽ ഫോർ എ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഡെവലപ്പ് ഫെസിലിറ്റീസ് ടു പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിന് നിർമ്മിക്കാൻ ആവശ്യമുള്ള ഫെസിലിറ്റികൾ തീരുമാനിക്കുന്നതിനുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അപ്രൂവലിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? വേൾഡ് ബാങ്ക് പറഞ്ഞത്. അപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ അഭിപ്രായ പ്രകാരം പ്രൊജക്റ്റിൽ സാധാരണഗതിയിൽ എന്താ ഉണ്ടാവുന്നത്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടപ്പിലാവുന്നത്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ മൂലധനമില്ലാതെ അല്ലെങ്കിൽ മൂലധന നിക്ഷേപമില്ലാതെ നമുക്ക് ഏതൊരു പ്രൊജക്റ്റും സാധ്യമാക്കാൻ കഴിയില്ല. അപ്പോൾ പ്രൊജക്റ്റ് സാധ്യമാക്കണമെങ്കിൽ അതിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എങ്ങനെ ആ പ്രൊജക്റ്റ് നടപ്പിലാക്കും എന്നതിന് ആവശ്യമുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഒരു പ്ലാന്റ് നിർമ്മിക്കലായിക്കോട്ടെ, മെഷീനറിയുടെ നിർമ്മാണം ആയിക്കോട്ടെ, ഒരു ഫാക്ടറിയുടെ നിർമ്മാണം ആയിക്കോട്ടെ, പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പാലം നിർമ്മാണം ആയിക്കോട്ടെ, ബ്രിഡ്ജിൻ്റെ നിർമ്മാണം ആയിക്കോട്ടെ, കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ സാധാരണ പ്രൊജക്റ്റാണ്. കൺസ്ട്രക്ഷൻ പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ, ബിൽഡിംഗ് നിർമ്മാണം, പാലങ്ങളുടെ നിർമ്മാണം, അതുപോലെ തന്നെ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം, പിന്നെ അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണം, ഷിപ്പ് ബിൽഡിങ്, എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും പ്രൊജക്റ്റ് എന്ന കാറ്റഗറി പെടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ്ങിൻ്റെയോ ഒരു സർവീസിൻ്റെ മാനുഫാക്ചറിങ് ആകാം, അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ മാനുഫാക്ചറിങ് ആകാം, അതുമായി ബന്ധപ്പെട്ടുള്ള ഫെസിലിറ്റികൾ നടപ്പിലാക്കാൻ ആവശ്യമുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അപ്രൂവലിനെയാണ് പ്രൊജക്റ്റ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അപ്രൂവലാണ് അതിൻ്റെ ഭാഗമായിട്ട് എന്താ ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് പ്രൊജക്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതൊരു പാലമാകാം, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആകാം, അതല്ലെങ്കിൽ ഒരു ഷിപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് ആകാം, അതുപോലെ തന്നെ അങ്ങനെയുള്ള പലതും ആകാം. എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ഷിപ്പ് മാനുഫാക്ചറിങ്, ബ്രിഡ്ജ് മാനുഫാക്ചറിങ്, ഡാം, അതുപോലെ അതൊക്കെ എന്താണ്? അണക്കെട്ടുകളുടെ നിർമ്മാണം, ഇതൊക്കെ പ്രൊജക്റ്റിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഫാക്ടറികളുടെ നിർമ്മാണം, പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണം, സർവീസുകളുടെ നിർമ്മാണം, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഐഡിയ, ഇപ്പോൾ IT മേഖലയാണെന്നുണ്ടെങ്കിൽ ഐഡിയ, ഒരു ടെക്നോളജിയുടെ പ്രവർത്തനം, ഇങ്ങനെയുള്ള പലതും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ നിർമ്മാണം, ഇതൊക്കെ എന്തിൽ പെടാം? പ്രൊജക്റ്റ് എന്ന കാറ്റഗറിയിൽ പെടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേൾഡ് ബാങ്ക് പറയുന്നത് എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ദ അപ്രൂവൽ ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഡെവലപ്പ് ഫെസിലിറ്റീസ് ടു പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് മാത്രമല്ല, സർവീസുകളുമാകാം. ഗുഡ്സുകളുടെയോ സർവീസുകളുടെയോ ഫെസിലിറ്റികൾ സാധ്യമാക്കുന്നതിന് ആവശ്യമുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അപ്രൂവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് അത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാണ്. വൺസ് ദ പ്രൊജക്റ്റ് ഈസ് സെലക്റ്റഡ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ. ഇംപ്ലിമെൻറ്റേഷൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രൊജക്റ്റിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദീർഘകാലം നിലനിൽക്കുന്ന ഒരു പ്രവർത്തനം, പെട്ടെന്ന് തീരുന്നൊരു പ്രവർത്തനമല്ല. 5 വർഷം 10 വർഷം ഒക്കെ എടുക്കുന്ന പ്രവർത്തനങ്ങളാകാം. ചിലപ്പോൾ 1 ഇയർ കൊണ്ട് കംപ്ലീറ്റ് ആകുന്നതാകാം. എത്ര സമയം കുറച്ചുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുവോ അതാണ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായി മാറുന്നത്. അപ്പോൾ സമയവും ലാഭിക്കണം, കോസ്റ്റും ലാഭിക്കണം. അപ്പോൾ സമയവും ചിലവും കുറഞ്ഞ രീതിയിൽ എത്രമാത്രം എളുപ്പത്തിൽ പ്രൊജക്റ്റ് ചെയ്ത് തീർക്കാൻ കഴിയുന്നുവോ, അല്ലെങ്കിൽ ആക്ടിവിറ്റികൾ ചെയ്ത് തീർക്കാൻ കഴിയുന്നുവോ അതാണ് ഫേമിന് കൂടുതൽ എഫിഷ്യൻസിയും പ്രോഫിറ്റും നേടിക്കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഏതൊരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ആ പ്രൊജക്റ്റ് എങ്ങനെ നമുക്ക് കോസ്റ്റ് മിനിമൈസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ടൈം മിനിമൈസ് ചെയ്തിട്ടും എഫക്റ്റീവായിട്ട് കൃത്യസമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നത് മനസ്സിലാക്കി തരുന്നതിനുള്ള കുറച്ച് ടെക്നിക്സുകളാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആക്ടിവിറ്റികളുടെ അല്ലെങ്കിൽ കോംപ്ലക്സ് ആക്ടിവിറ്റികളുടെ ഒരു കൂട്ടാണ്.
പെട്ടെന്ന് തീരുന്നൊരു പ്രവർത്തനമല്ല. നമുക്കറിയാം ഒരു പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയാലും ശരി, ഒരു അണക്കെട്ടിൻ്റെ നിർമ്മാണം തുടങ്ങിയാലും ശരി, ബിൽഡിങ്ങിൻ്റെ നിർമ്മാണമായെങ്കിലും ശരി, ഒന്നും വേണ്ട ഒരു വീട് നിർമ്മാണമായെങ്കിലും ശരി, അതല്ലെങ്കിൽ ഒരു ഫാക്ടറി നിർമ്മാണമായാലും ശരി, ഒരു എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങോ ഷിപ്പ് ബിൽഡിംഗ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ നമുക്കറിയാം സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തനം ഏത് കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ദീർഘകാല സമയങ്ങളെടുക്കുന്ന പ്രവർത്തനങ്ങളാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ എഫക്റ്റീവായിട്ട് എത്രമാത്രം സ്പീഡപ്പായിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നുവോ അത്രമാത്രം ഫേമിന് എഫിഷ്യൻസിയും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയും വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും. അതിന് വേണ്ട ചില ഷെഡ്യൂളിംഗ് ടെക്നിക്സുകളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് ഇൻവോൾവ്സ് നമ്പർ ഓഫ് ആക്ടിവിറ്റീകളുടെ ഒരു കൂട്ടമാണ് പ്രൊജക്റ്റ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത് പറയുന്നത് എന്താണ് പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്നാണ് പറയുന്നത്. പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് ഈസ് എ മെക്കാനിസം ടു കമ്മ്യൂണിക്കേറ്റ് വാട്ട് ടാസ്ക് നീഡ് ടു ഗെറ്റ് ഡൺ ആൻഡ് വിച്ച് ഓർഗനൈസേഷണൽ റിസോഴ്സസ് വിൽ ബി അലോക്കേറ്റഡ് ടു കംപ്ലീറ്റ് ദോസ് ടാസ്ക് ഇൻ വാട്ട് ടൈം ഫ്രെയിം. എത്ര സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കണമെന്നും അതുപോലെ തന്നെ എന്തെല്ലാം ടാസ്കുകൾ നമ്മൾ നടപ്പിലാക്കണമെന്നും ഏതൊക്കെ ഓർഗനൈസേഷണൽ റിസോഴ്സസ് എവിടെയെല്ലാം അലോക്കേറ്റ് ചെയ്യണമെന്നും തീരുമാനിക്കുന്ന ഒരു മെക്കാനിസമാണ് പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കൈവശമുള്ള അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ ആവശ്യമുള്ള ടാസ്കുകൾ എന്തെല്ലാമാണെന്നും വാട്ട് ടാസ്ക് നീഡ് ടു ഗെറ്റ് ഡൺ നടപ്പിലാക്കാൻ ആവശ്യമുള്ള ടാസ്കുകൾ എന്തെല്ലാമാണെന്നും വിച്ച് ഓർഗനൈസേഷണൽ റിസോഴ്സസ് വിൽ ബി അലോക്കേറ്റഡ് ടു കംപ്ലീറ്റ് ദോസ് ടാസ്ക്. ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ഓർഗനൈസേഷൻ്റെ ഏതെല്ലാം റിസോഴ്സസ് നമുക്ക് എവിടെയെല്ലാം അലോക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നും ഇൻ വാട്ട് ടൈം ഫ്രെയിം, ടൈമും കൂടി ശ്രദ്ധിക്കണം. എത്ര സമയത്തിനുള്ളിൽ നമുക്ക് എത്ര മാക്സിമം സമയം എടുക്കല്ല വേണ്ടത്, കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ വാട്ട് ടൈം ഫ്രെയിം എന്നുള്ളതും തീരുമാനിക്കപ്പെടണം. അപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓർഗനൈസേഷൻ്റെ എല്ലാ അലോക്കേറ്റഡ് ടാസ്കുകളും അലോക്കേറ്റഡ് റിസോഴ്സസിനെ ഉപയോഗിച്ചുകൊണ്ട് എഫക്റ്റീവായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു മെക്കാനിസമാണ് പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് ഈസ് എ മെക്കാനിസം ടു കമ്മ്യൂണിക്കേറ്റ് വാട്ട് ടാസ്ക് നീഡ് ടു ഗെറ്റ് ഡൺ, എന്തെല്ലാം ടാസ്കുകൾ നമുക്ക് നടപ്പിലാക്കണമെന്നും ആൻഡ് വിച്ച് ഓർഗനൈസേഷണൽ റിസോഴ്സസ് വിൽ ബി അലോക്കേറ്റഡ്, ഏതെല്ലാം ഓർഗനൈസേഷണൽ റിസോഴ്സസ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നും ടു കംപ്ലീറ്റ് ദ ടാസ്ക് ഇൻ വാട്ട് ടൈം ഫ്രെയിം, എത്രമാത്രം ചുരുങ്ങിയ സമയത്തുള്ളിൽ നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഈ പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ പ്രൊജക്റ്റ് ഷെഡ്യൂൾ ഷുഡ് റിഫ്ലക്ട് ആൾ ഓഫ് ദ വർക്ക് അസോസിയേറ്റഡ് വിത്ത് ഡെലിവറിംഗ് ദ പ്രൊജക്റ്റ് ഓൺ ടൈം. ഓൺ ടൈമിൽ പ്രൊജക്റ്റ് ഡെലിവർ ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള വർക്കുകളും പ്രൊജക്റ്റ് ഷെഡ്യൂളിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും, ഇപ്പോൾ നമുക്കറിയാം ഒരു ബിൽഡിംഗ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആ പ്രൊജക്റ്റ് ഷെഡ്യൂളിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ ഓരോ പ്രവൃത്തിയും ചെയ്യാൻ ഇത്ര സമയം എന്നുള്ളത് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ അത് ഡിലേ വരികയോ അല്ലെങ്കിൽ കാലതാമസം വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, പ്രൊജക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്നുള്ളത് സ്വാഭാവികമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അതിൽ ബന്ധപ്പെടുന്ന ഓരോ വർക്കുകളുടെയും ഡെലിവറിങ്ങിനെ അനുസരിച്ചിട്ടാണ് പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്നുള്ളത് ബന്ധപ്പെടുന്നത്. ഇപ്പോൾ തൊഴിലാളികളെ ക്ഷാമമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രൊജക്റ്റ് നീളും. അതുപോലെ തന്നെ സാലറി പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് നീളും. അതുപോലെ മെറ്റീരിയൽസ് കിട്ടാൻ അഭാവമായി കഴിഞ്ഞാൽ പ്രൊജക്റ്റ് നീളും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ടൈമിൽ ചിലപ്പോൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിട്ട് മാറാം. അതുകൊണ്ട് തന്നെ ഒരു എസ്റ്റിമേഷനാണിത്. പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്നുള്ളത് ഷുഡ് റിഫ്ലക്ട് ആൾ ഓഫ് ദ വർക്ക് അസോസിയേറ്റഡ് വിത്ത് ഡെലിവറിംഗ് ദ പ്രൊജക്റ്റ് ഓൺ ടൈം. ഓൺ ടൈമിൽ പ്രൊജക്റ്റ് ഡെലിവർ ചെയ്യാനായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള വർക്കുകളും പ്രൊജക്റ്റ് ഷെഡ്യൂളിങ്ങിനെ ബന്ധപ്പെട്ടിരിക്കുന്ന റിഫ്ലക്ഷനാണ്. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ടെക്നിക്കാണ് മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്ന രണ്ട് ടെക്നിക്ക്. പ്രൊജക്റ്റ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് രണ്ട് ടെക്നിക്കുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കാറ്. ഒന്ന് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് CPM എന്ന് പറയും, പിന്നെ PERT അഥവാ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക് എന്ന് പറയുന്ന രണ്ട് ടെക്നിക്ക്. ദ ഫസ്റ്റ് ടു ടെക്നിക് യൂസ്ഡ് ബൈ പ്രൊജക്റ്റ് മാനേജേഴ്സ് ആർ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഓർ CPM, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക് ഓർ PERT. ഈ രണ്ട് ടെക്നിക്കുകളെ കുറിച്ചാണ് നമ്മളിതിൽ പഠിക്കുന്നത്. വി ക്യാൻ യൂസ് ദീസ് മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് ദ അസ്യൂംഡ് സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ഡേറ്റ്. അസ്യൂം ചെയ്യപ്പെട്ടുള്ള സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ഡേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. ബേസ്ഡ് ഓൺ ദ നോൺ സ്കോപ്പ് ഓഫ് ദ പ്രൊജക്റ്റ്. പ്രൊജക്റ്റിൻ്റെ സ്കോപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് അസ്യൂംഡ് സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ CPM ആൻഡ് PERT എന്നുള്ള രണ്ട് ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മെക്കാനിസം ടു കമ്മ്യൂണിക്കേറ്റ് വാട്ട് ടാസ്ക് നീഡ് ടു ഗെറ്റ് ഡൺ ആൻഡ് വിച്ച് ഓർഗനൈസേഷണൽ റിസോഴ്സസ് വിൽ ബി അലോക്കേറ്റഡ് ടു കംപ്ലീറ്റ് ദോസ് ടാസ്ക് ഇൻ വാട്ട് ടൈം ഫ്രെയിം. എന്തെല്ലാം ടാസ്കുകൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഏതൊക്കെ റിസോഴ്സസിനെ എവിടെയെല്ലാം അലോക്കേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ ടൈം ഫ്രെയിം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു മെക്കാനിസമാണ് പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്.
അതിന് ആ പ്രൊജക്റ്റ് ഓൺ ടൈമിൽ ഡെലിവർ ചെയ്യുന്നതിന് ആവശ്യമുള്ള പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളുടെയും എഫക്റ്റ് എന്നുള്ളത് അതിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊജക്റ്റ് മാനേജേഴ്സ് പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് ചെയ്യുന്നതിനോട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നിക്സുകളാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക് അഥവാ പെർട്ട് എന്ന് പറയുന്നതും CPM എന്ന് പറയുന്ന 2 ടെക്നിക്കുകൾ. ഇതിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസ്യൂംഡ് സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ട് പ്രൊജക്റ്റിൻ്റെ നോൺ സ്കോപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അറിയാവുന്ന സ്കോപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് അസ്യൂംഡ് സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഇനി എന്താണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എ പ്രൊജക്റ്റ് ഈസ് കോമ്പോസ്ഡ് ഓഫ് ജോബ്സ്, ആക്ടിവിറ്റീസ് ഓർ ഫങ്ഷൻസ് റിലേറ്റഡ് ടു വൺ അനദർ ആൻഡ് ആൾ ദോസ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് എ പ്രൊജക്റ്റ്. നമുക്കറിയാം, ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ടാസ്ക് അല്ല. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ കോമ്പോസ്ഡ് ഓഫ് ജോബ്സ്, വ്യത്യസ്ത തരത്തിലുള്ള ജോബുകളുടെ ഒരു കൂട്ടാണ്. അതുപോലെ തന്നെ ആക്ടിവിറ്റികളുടെ ഒരു കൂട്ടാണ്. അതുപോലെ തന്നെ ഫങ്ഷൻസുകളുടെ ഒരു കൂട്ടാണ്. അതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതുമാണ്. ഒരു വർക്ക് കഴിഞ്ഞിട്ട് മറ്റൊരു വർക്ക്, അങ്ങനെയൊക്കെ ചെയ്യുന്ന വർക്കുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വർക്കുകൾ ഉണ്ടാകാം. ഡിലേ വരുന്ന വർക്കുകൾ ഉണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റികളുടെയോ ജോബുകളുടെയോ ഫങ്ഷനുകളുടെയോ ഒരു കൂട്ടാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതുമാണ്. ആൻഡ് ആൾ ദോസ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് എ പ്രൊജക്റ്റ്. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഈ എല്ലാ ജോബുകളും ആക്ടിവിറ്റികളും ഫങ്ഷൻസുകളും എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. സോ എ പ്രൊജക്റ്റ് ഈസ് കോമ്പോസ്ഡ് ഓഫ് ജോബ്സ്, ആക്ടിവിറ്റീസ് ഓർ ഫങ്ഷൻസ്. ജോബുകളാകാം, ആക്ടിവിറ്റികളാകാം, ഫങ്ഷൻസ് ആകാം, റിലേറ്റഡ് ടു വൺ അനദർ. ഇതിൻ്റെ എല്ലാം പരസ്പരമുള്ള റിലേഷൻസ്. അതുപോലെ തന്നെ ആൻഡ് ആൾ ദോസ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് എ പ്രൊജക്റ്റ്. പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രൊജക്റ്റ് എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെറ്റ്വർക്കാണ്. യഥാർത്ഥത്തിൽ ഇതൊരു നെറ്റ്വർക്കാണ്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കാണ്. പലതരത്തിലുള്ള ആക്ടിവിറ്റികളുടെയോ ജോബുകളുടെയോ ഫങ്ഷനുകളുടെയോ ഒരു ശൃംഖലയാണെന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ശൃംഖല എന്നർത്ഥം. പലതരത്തിലുള്ള ആക്ടിവിറ്റികളുടെ ശൃംഖലയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുക. യഥാർത്ഥത്തിൽ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതായത് പലതരത്തിലുള്ള പ്രോഗ്രാംസുകളുടെയോ കമ്പ്യൂട്ടർ പ്രോഗ്രാംസുകളുടെയൊക്കെ കണക്ഷൻസ് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ വെച്ചാൽ പലതരത്തിലുള്ള, നെറ്റ്വർക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശൃംഖല അല്ലെങ്കിൽ ആക്ടിവിറ്റികളുടെ കൂട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊജക്റ്റിൽ നിരവധി ആക്ടിവിറ്റികൾ ഉള്ളത് കാരണം കൊണ്ട് തന്നെ അതൊരു നെറ്റ്വർക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് ഷെഡ്യൂളുകളിൽ ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് ഈ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ആ നെറ്റ്വർക്ക് അനാലിസിസിനാണ് നമ്മൾ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കും ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന 2 ടെക്നിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്താണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ? നെറ്റ്വർക്ക് അനാലിസിസ് ഈസ് എ ടെക്നിക് റിലേറ്റഡ് ടു സീക്വൻസിങ് പ്രോബ്ലം which are concerned with minimizing the performance of the system, such as the total completion of the project and overall cost, etc. നെറ്റ്വർക്ക് അനാലിസിസ് എന്ന ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓർഗനൈസേഷൻ്റെ പ്രൊജക്റ്റ് കംപ്ലീഷൻ്റെ ടോട്ടൽ കോസ്റ്റിനെ അല്ലെങ്കിൽ ഓവറാൾ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടോട്ടൽ ടൈമിനെയും പെർഫോമൻസ് ഓഫ് ദ സിസ്റ്റത്തിനെയും മിനിമൈസ് ചെയ്യുന്ന രീതിയിലും ഒരു പ്രൊജക്റ്റ് അനാലിസിസിനെ അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ നമ്മൾ കൺസേൺ ചെയ്യുന്നതിന് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. അതായത് ഓവറാൾ കോസ്റ്റ് കുറയ്ക്കുന്ന രീതിയിലും, ഓവറാൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ചിലവ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ചിലവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കോസ്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിശ്ചിത സമയത്തുള്ള കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമായിട്ട് മാറും. അപ്പോൾ ഓവറാൾ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലും ടോട്ടൽ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ് ടൈം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും ഓർഗനൈസേഷൻ്റെ ടോട്ടൽ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റിൻ്റെ സമയത്തിനെ നമുക്ക് മിനിമൈസ് ചെയ്യുന്ന രീതിയിലും ടോട്ടൽ സീക്വൻസിങ് പ്രോബ്ലത്തിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്ന് പറഞ്ഞു തരുന്ന ഒരു ടെക്നിക്കാണെന്ത്, നെറ്റ്വർക്ക് അനാലിസിസ്. അതായത് നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള അവൈലബിൾ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ടോട്ടൽ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലും അല്ലെങ്കിൽ ഓവറാൾ ടോട്ടൽ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലും മിനിമൈസേഷൻ ഓഫ് ടൈം, അതായത് സമയബന്ധിതമായിട്ട് പ്രൊജക്റ്റ് പൂർത്തിയാക്കുക അല്ലെങ്കിൽ സമയത്തിന് മുന്നേ പൂർത്തിയാക്കുക, അത്തരത്തിലുള്ളൊരു രീതിയിൽ പ്രൊജക്റ്റിനെ ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടോട്ടൽ പ്രോബ്ലത്തിനെ സീക്വൻസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ്വർക്ക് അനാലിസിസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം വിച്ച് പ്ലാൻസ് പ്രൊജക്ട്സ് ബൈ അനലൈസിങ് ദ പ്രൊജക്റ്റ് ആക്ടിവിറ്റീസ്. പ്രൊജക്റ്റ് ആക്ടിവിറ്റികൾ അനലൈസ് ചെയ്തതിന് ശേഷം പ്രൊജക്റ്റിനെ പ്ലാൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നെറ്റ്വർക്ക് അനാലിസിസ്. ഒരു പ്രൊജക്റ്റിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റികളെയും അല്ലെങ്കിൽ ഫംഗ്ഷനുകളെയും ജോബുകളെയും അനലൈസ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ
എങ്ങനെ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ സിസ്റ്റമാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം വിച്ച് പ്ലാൻസ് പ്രൊജക്ട്സ് ബൈ അനലൈസിങ് ദ പ്രൊജക്റ്റ് ആക്ടിവിറ്റീസ്. പ്രൊജക്റ്റ് ആക്ടിവിറ്റികളെ അനലൈസ് ചെയ്തുകൊണ്ട് പ്രൊജക്റ്റിനെ പ്ലാൻ ചെയ്യുന്ന സിസ്റ്റമാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ പറയുന്നത് ഇറ്റ് ഈസ് എ പവർഫുൾ ടൂൾ ഫോർ പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് പ്രൊജക്ട്സ്. പ്രൊജക്റ്റിനെ പ്ലാൻ ചെയ്യുന്നതിനും ഷെഡ്യൂളിംഗ് ചെയ്യുന്നതിനും കൺട്രോളിംഗ് ചെയ്യുന്നതിനുമുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ് ഈസ് എ പവർഫുൾ ടൂൾ ഫോർ പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് പ്രൊജക്ട്സ്. പ്രൊജക്ട്സിൻ്റെ പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും കൺട്രോളിങ്ങും ചെയ്യുന്നതിനുള്ള ഒരു പവർഫുൾ ടൂളാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഇറ്റ് ഷോസ് എ സിമ്പിൾ വേ ഓഫ് ദ ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് ദ വേരിയസ് ആക്ടിവിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ ആവശ്യമുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആക്ടിവിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു സിമ്പിൾ വേ ആണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു പ്രൊജക്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യം അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ആവശ്യമുള്ള എന്തെല്ലാം ആക്ടിവിറ്റികളുണ്ടോ അവ തമ്മിലുള്ള പരസ്പരമുള്ള ബന്ധം കാണിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള വേ ആണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മിനിമൈസേഷൻ ഓഫ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. നാലാമത് പറയുന്നത് മിനിമൈസേഷൻ ഓഫ് ടൈം ഓഫ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയത്തിനെ മിനിമൈസ് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ, ഇപ്പോൾ 5 വർഷമാണ് എസ്റ്റിമേറ്റഡ് ടൈം എന്നുണ്ടെങ്കിൽ അതിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവ്നെസ്സിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ 1 വർഷം എന്നുള്ളത് 10 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവ്നെസ്സിൻ്റെ ലക്ഷണമാണ്. നേരെ മറിച്ച് 1 വർഷമാണ് ഷെഡ്യൂൾ ചെയ്തത്, അത് 2 വർഷത്തേക്ക് നീണ്ടു എന്നുണ്ടെങ്കിൽ എഫക്റ്റീവ്നെസ് കുറഞ്ഞതിൻ്റെ ലക്ഷണമായിട്ടും മാറും. അപ്പോൾ ടൈമിനെ നമ്മൾ മിനിമൈസ് ചെയ്യണം. കോസ്റ്റ് മിനിമൈസ് ചെയ്താൽ മാത്രം പോരാ, ടൈമിനെയും നമ്മൾ മിനിമൈസ് ചെയ്യണം. സമയവും ചിലവും കുറഞ്ഞുകൊണ്ട് എഫക്റ്റീവായിട്ട് എത്രമാത്രം സ്പീഡപ്പായിട്ട് ചെയ്യാൻ കഴിയുമോ അത് ഫേമിൻ്റെ എഫക്റ്റീവ്നെസ്സിൻ്റെ അടിസ്ഥാന ഘടകമായിട്ട് മാറും. സോ മിനിമൈസേഷൻ ഓഫ് ദ ടൈം ഓഫ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ ടൈമിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതും നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഇറ്റ് ലീഡ്സ് ടു ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ്. അതേപോലെ തന്നെ റിസോഴ്സസിൻ്റെ ഒപ്റ്റിമലായിട്ടുള്ള ഉപയോഗം സാധ്യമാക്കണം. അപ്പോൾ ലേബേഴ്സ് ആയിക്കോട്ടെ, മെഷീനറീസ് ആയിക്കോട്ടെ, റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഇൻപുട്സ് ആയിക്കോട്ടെ, ഇതെല്ലാം എഫക്റ്റീവായിട്ടും ഒപ്റ്റിമലായിട്ടും യൂട്ടിലൈസ് ചെയ്യാനും ഈ പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക്ക് ലക്ഷ്യമാക്കുന്നുണ്ട്. അതായത് ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസിനെ എത്രമാത്രം ഒപ്റ്റിമമായിട്ട് അല്ലെങ്കിൽ ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമോ അതും നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ഒരു ലക്ഷ്യമാണ്. അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് മിനിമം റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഈ മിനിമം റിസോഴ്സസിനെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാം, അല്ലാതെ അത് മുഴുവനായിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കുന്നതിന് പകരം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. മെറ്റീരിയൽസ് ആയിക്കോട്ടെ, മെഷീനറികളായിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, ലേബർ ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാതും ബന്ധപ്പെടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അതുപോലെ വാട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ അതിൽ പെടുന്ന റിസോഴ്സസാണ്. ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ കാര്യക്ഷമമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, ഇതെല്ലാം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് വരും. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനിൽ പറയുന്നത് എന്താ വെച്ചാൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഭാരം ലഘൂകരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. സാധാരണ പ്ലാനിങ് മറ്റ് കാര്യങ്ങളെല്ലാം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിലേക്ക് കൂടെ ചില സ്പെഷ്യൽ ആക്ടിവിറ്റികൾ പകർന്നു കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് അനാലിസിസ് സാധാരണഗതിയിൽ ചെയ്യുന്നത് പ്രൊജക്റ്റ് മാനേജ്മെൻ്റ് ആയ കാരണം കൊണ്ട് തന്നെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ഇതിൻ്റെ ഫിനാൻഷ്യൽ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും അവർക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. അപ്പോൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നുള്ള ടെക്നിക്ക് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിങ് ഏജൻസികളൊക്കെയാണ് സാധാരണഗതിയിൽ ഇത് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ഇതിൻ്റെ ഭാരം ലഘൂകരിക്കാൻ കഴിയും, ബർഡൻ ലഘൂകരിക്കാൻ കഴിയും. ലോവർ ലെവൽ മാനേജ്മെൻറ്റിലേക്കും ഔട്ട്സോഴ്സിങ് ഏജൻസികളിലേക്കും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന കാരണം കൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ മാനേജ്മെൻറ്റിൻ്റെ തലയിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും വരുന്നതിനെ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അടുത്ത് പറയുന്നത് ഏഴാമത് പറയുന്നത് ഇറ്റ് അവോയ്ഡ്സ് പ്രൊഡക്ഷൻ ഡിലേയ്സ്, ഇൻ്ററപ്ഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിലേയ്സിനെ അവോയ്ഡ് ചെയ്യുക. ഉൽപ്പാദനം നിർത്തിവെക്കപ്പെടുന്നൊരവസ്ഥയോ അല്ലെങ്കിൽ തടസ്സപ്പെടുന്നൊരവസ്ഥയോ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളെയോ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്.
പിന്നെ അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് കോംപ്രിഹെൻസീവ് ഐഡിയ ഓഫ് ദ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് എങ്ങനെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാം എന്നതിൻ്റെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ത്രൂ ഫ്രീക്വൻറ്റ് റിപ്പോർട്ടിംഗ്. കൃത്യമായിട്ട് ദൈനംദിനമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അപ് ടു ഡേറ്റ് ഇൻഫർമേഷനാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, നെറ്റ്വർക്ക് അനാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് അനാലിസിസിൽ കൂടെ നമുക്ക് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ സാധ്യമാക്കി തരുന്നുണ്ട്. അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ത്രൂ ഫ്രീക്വൻറ്റ് റിപ്പോർട്ടിംഗ്. ഫ്രീക്വൻറ്റ് റിപ്പോർട്ടിങ്ങിൽ കൂടെ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസ് കോസ്റ്റ് ഫോർ എ ഗിവൻ ടോട്ടൽ ടൈം. നൽകിയിട്ടുള്ള ടോട്ടൽ ടൈമിൻ്റെ ഉള്ളിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതിന് സഹായിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. മിനിമൈസ് ദ കോസ്റ്റ് ഫോർ എ ഗിവൻ ടോട്ടൽ ടൈം. അപ്പോൾ ഗിവൻ ടോട്ടൽ ടൈമിൻ്റെ ഉള്ളിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതും നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് 8ാമത്തെ ചാപ്റ്ററാണ് ആരംഭിച്ചത്. ചാപ്റ്റർ 8 മാനേജ്മെൻറ്റ് സയൻസിൽ പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്നാണ് പേര്. പ്രൊജക്റ്റ് എന്താണെന്ന് പറഞ്ഞു, പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു, പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്നുള്ള പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ലക്ഷ്യങ്ങളും 4 കാര്യങ്ങളാണെന്ന് പറഞ്ഞു. പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ്, നെറ്റ്വർക്ക് അനാലിസിസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ്. അപ്പോൾ ഈ 4 കാര്യത്തിൻ്റെയും എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി തിയറികളുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കും. അപ്പോൾ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, ഈ 2 ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് സാധാരണഗതിയിൽ ഈ നെറ്റ്വർക്ക് അനാലിസിസിൽ ഉപയോഗിക്കാറ്. അപ്പോൾ അതിനാദ്യം നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് ഉപയോഗിച്ചുള്ള സിമ്പിൾ പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം പെർട്ടും CPMലേക്കും നമ്മൾ കടക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറി ഭാഗങ്ങളും കൂടി ഉണ്ട്. അതിന് ശേഷമാണ് നമ്മൾ പ്രോബ്ലം ഭാഗത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.